ഫ്ലൈവിലേഴ്സ്, ഇന്നത്തെ എപ്പിസോഡ് ലോകത്തെ ഏറ്റവും മികച്ച കാറുകൾ തിരഞ്ഞെടുക്കുന്ന വേദിയായിട്ടുള്ള വേൾഡ് കാർ അവാർഡ്സിൻ്റെ ജൂറി റൗണ്ടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം, അതായത് 2024 ഇറങ്ങിയിട്ടുള്ള എല്ലാ വണ്ടികളിലും സെലക്ട് ചെയ്തിട്ടുള്ള വണ്ടികൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വേദിയാണ് LA ടെസ്റ്റ് ഡ്രൈവ് അഥവാ ലോസ് ആഞ്ചലസ് ടെസ്റ്റ് ഡ്രൈവ്. അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ലോസ് ആഞ്ചലസിലെ പാസഡീനയിൽ വെച്ച് നടക്കുന്ന ഈ ഇവൻറ്റ് എല്ലാ വർഷവും നവംബറിലാണ് നടക്കാറ്. 3 ദിവസം നടക്കുന്ന LA ടെസ്റ്റ് ഡ്രൈവിൽ 2 ദിവസമാണ് ഞാൻ ഈ പ്രാവശ്യം പങ്കെടുക്കുന്നത്. ഇവിടെ LA ടെസ്റ്റ് ഡ്രൈവിന് എത്തുന്ന വണ്ടികളിൽ നമുക്ക് ഏത് വണ്ടികളും ഓടിക്കാം. നമ്മൾ ഓടിച്ച വണ്ടികൾ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓടിക്കാൻ പറ്റാത്ത വണ്ടികൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു വേദിയും കൂടിയാണ് LA ടെസ്റ്റ് ഡ്രൈവ്. ഇന്ന് ഞാൻ 2 ദിവസങ്ങളിലായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വണ്ടികളാണ് ഈ ഒരു എപ്പിസോഡിൽ കൊണ്ടുവരുന്നത്. ഞാനിതവണ ഒറ്റയ്ക്കാണ് LA ടെസ്റ്റ് ഡ്രൈവിന് വന്നിട്ടുള്ള, ക്യാമറമാൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ ഈ വീഡിയോയിലുണ്ടെങ്കിലും ക്ഷമിക്കുക. ഒരുപാട് പുതിയ വണ്ടികൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. ഇന്നിപ്പോൾ ഞാൻ കൂടുതലും കാറിൽ ഇരുന്നുകൊണ്ടുള്ള ഡ്രൈവ് ആയിരിക്കും. ചില കാറുകൾ മാത്രം നമുക്ക് പുറത്തുനിന്നും കവർ ചെയ്യാം. പക്ഷെ എല്ലാ വണ്ടിയും ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളത്, ക്യാമറ പേഴ്സൺ ഇല്ല. എനിവേ, നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്നത് ലോസ് ആഞ്ചലസിലെയും ആഞ്ചലസ് ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈവേയിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ മെയിൻ ഹൈവേയിലുള്ളത്. പക്ഷെ നമുക്കിത് കഴിഞ്ഞ ഒരു മൗണ്ടൻ റോഡ് വരും, അവിടെയാണെല്ലാം ഫണ്ണുള്ളത്. നമുക്ക് അവിടെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യും. സോ ഞാനിപ്പോൾ ആഞ്ചലസ് ക്രസ്റ്റ് ഓടിച്ചു തുടങ്ങി. നമ്മളിത് ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഞാൻ വന്നത് കഴിഞ്ഞ മുന്നത്തെ വർഷത്തെ WCOT ജൂറി റൗണ്ടിൽ തന്നെ. അപ്പോൾ നമ്മൾ പിന്നെ റോയൽ എൻഫീൽഡ് ഷോർട്ട് ഗൺ 615 റൈഡിൽ ഇവിടെ വന്നിരുന്നു. അപ്പോഴെല്ലാം നമ്മളിത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാവ്, G580 അവിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ദിസ്, ഈ ഒരു റോഡിലേക്ക് പറ്റിയൊരു വണ്ടി കഴിഞ്ഞ തവണ ശരിക്കും എൻജോയ് ചെയ്ത 2 വണ്ടികളുണ്ട് ഈ റൂട്ടിൽ. ഒന്ന് GR കൊറോളയും മറ്റൊന്ന് ആക്ച്വലി SL63 ആയിരുന്നു, AMGയുടെ തന്നെ. അപ്പോൾ ഈ 2 വണ്ടികൾ അന്ന് ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിസാൻ്റെ സിയു ഉണ്ടായിരുന്നു. പക്ഷേ GR കൊറോള എൻജോയ് പോലെ വേറെ ഒന്നും എൻജോയ് ചെയ്തിരുന്നില്ല. കാരണം അതിൻ്റെ നിമ്പിൾനെസ്സും മാനുവൽ ഷിഫ്റ്റ് എല്ലാം ഉണ്ട്. അതേപോലെ ഒരു ബിഗിനിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ തന്നെ നല്ലൊരു വണ്ടി കിട്ടി, AMGയും, അതും ഈ തരം റോഡിലേക്ക് പറ്റുന്ന ഒരു വണ്ടി. ഈ റോഡിൽ നമ്മൾ ശരിക്കും പവർ മാത്രമല്ല എൻജോയ് ചെയ്യുന്നത്, ഇതിന്റെ ഡൈനാമിക്സ് ആണ്. അതുകൊണ്ട് തന്നെ പവറും ഡൈനാമിക്സും രണ്ടും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് പൊളി തന്നെയാണ് ഈ റോഡ്. ജസ്റ്റ് ടേക്കിംഗ് എ U-turn. 838 അല്ലേ ഫോൺ വെച്ചിട്ട്. ഞാനും ആക്ച്വലി എൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ 2 പേരും കൂടെ പെയറായിട്ടാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയ വണ്ടിയാണ്, നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇതായിട്ട് കവർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഡ്രൈവ് ആണ്. പക്ഷെ അതൊരു റിവ്യൂ ആയിട്ടല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ഇതിൽ നമ്മളൊരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് മാത്രമേ ഷെയർ ചെയ്യുന്നത്. എന്താണ് റിവ്യൂ എന്നുള്ളത് നമുക്ക് ഇന്ത്യയിലും റിവ്യൂ ചെയ്ത് നോക്കാം. എന്തായാലും അടുത്ത വണ്ടി നോക്കാം. ഞാനിപ്പോൾ അടുത്ത് ഓടിക്കുന്നത് സുബാറു ഇംപ്രസ് ആണ്. ഒരു കാലത്ത് ഒരുപാട് ഇംപ്രസ് ചെയ്ത വണ്ടിയായിരുന്നു. ബിക്കോസ് WRC റാലി ചാമ്പ്യൻഷിപ്പിലെല്ലാം തന്നെ ഭയങ്കരമായിട്ട് വിൻ ചെയ്തിരുന്ന വണ്ടിയാണ് ഇംപ്രസ. അന്നതൊരു പവർഫുൾ ഫീൽ കിട്ടുന്ന വണ്ടിയാണ്. അന്നത്തെ മിത്സുബിഷി ലാൻസ് റീവോൻ്റെ എല്ലാം കൂടെ കോമ്പീറ്റ് ചെയ്തിരുന്ന വണ്ടിയാണ്. പക്ഷെ ഇന്നിപ്പം ഫോർമാറ്റ് മാറി. ഇംപ്രസ പഴയ പോലെ ഇംപ്രസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ഓടിച്ചു നോക്കാം. പക്ഷേ ഇംപ്രസ ഈസ് മോർ ഒരു ഫാമിലി വെഹിക്കിൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുണ്ട് നോക്കാം. എനിവേ, നമ്മൾ ഓടിക്കുന്നത് RS വേരിയൻ്റ് ആണ്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയ പോലെ ആഞ്ചലസ് ക്രസ്റ്റിലേക്കല്ല പോകുന്നത്. നമുക്ക് 2 ഡെസ്റ്റിനേഷൻ ആ ഡ്രൈവിനുള്ളൂ. ഒന്ന് ആഞ്ചലസ് ക്രസ്റ്റ് ആണ്, മറ്റൊന്ന് റോസ് ബോൾ എന്ന് പറഞ്ഞ സ്റ്റേഡിയമാണ്. ഇവിടുത്തെ റഗ്ബി ടൂർണമെൻ്റ് എല്ലാം നടക്കുന്ന ഒരു ഫേമസ് ആയ സ്റ്റേഡിയം. അവിടുത്തെ വലിയൊരു പാർക്കിംഗ് ലോട്ട് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ കാർ. സോ ഇതാണ് ഇംപ്രസയുടെ എക്സ്റ്റീരിയർ ലുക്ക്. നമ്മൾ പണ്ട് കണ്ട ഇംപ്രസ് ആയിട്ട് ഒരു ബന്ധമില്ല. ഇപ്പോൾ അതൊരു ഹാച്ച് ബാക്കായി മാറി, വലിയൊരു ഹാച്ച് ബാക്ക്. ഒരു സൈഡ് പ്രൊഫൈലിലെല്ലാം കാണുമ്പോൾ മുമ്പുണ്ടായിരുന്ന സ്പോട്ടിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ പുതിയൊരു ഡിസൈൻ എലമെൻറ്റ്സ് നമുക്ക് കാണാം. മുമ്പ് ഈ അടുത്തൊന്നൊരു സുബാറിൽ കാണാത്ത കുറേ ഷാർപ്പായിട്ടുള്ള എലമെൻറ്റ്സ് ലൈക്ക് ഈ ഒരു ടെയിൽ ലൈറ്റ്, അതേപോലെ തന്നെ ബമ്പറിന് മേലുള്ള ഡിഫ്യൂസേഴ്സ്, ഇതെല്ലാം തന്നെ മുമ്പ് നമ്മൾ സുബറിൽ ഈ അടുത്ത കാലത്ത് കാണാത്തൊരു ഡിസൈൻ ഫോമാറ്റാണ്. സുബർ എന്ന് പറഞ്ഞാൽ ഇവിടെ US നല്ലൊരു പ്രോമിനൻറ്റ് മോഡലാണ്. അത്യാവശ്യം സെയിൽസിലുണ്ട്. ഒരു ഫാമിലി വെഹിക്കിളായിട്ടുള്ള ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കാണാം. എനിവേ, RS എന്ന് പറയുന്നതുകൊണ്ടുള്ള പെർഫോമൻസ് വേരിയൻ്റ് ആണ്. ഇവിടുത്തെ ഒരു പ്രശ്നം ഇതാണ്, ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നല്ലൊരു വിഷ്വൽ കിട്ടിയാൽ മറ്റേ സൈഡിൽ തീരെ കിട്ടില്ല. അത്തരത്തിലുള്ളൊരു ചാലഞ്ച് ഇവിടെ ഉണ്ട്. എനിവേ, ഇതാണ് എംപ്രസയുടെ
പുറമേയുള്ള ലുക്ക്. വീൽസ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ളത് കമന്റിൽ പറയാം. ഇംപ്രസിന്റെ എക്സ്റ്റീരിയർ നിങ്ങൾ കണ്ടില്ല, ആ ഒരു സ്പോട്ടിനെസ് മിസ്സാണ്. അതാണ് മെയിൻ ഒരു എലമെന്റ്. ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന RS വേരിയന്റ് ആയിട്ടും ആ ഒരു പവർ ഫീലില്ല. സോ അതല്ല ഞാൻ ഇംപ്രസയിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സോ ഡിസപ്പോയിന്റഡ്. സോ ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ ഓടിക്കുന്നത് പുതിയ വോൾവോ EX90 ആണ്. നമ്മുടെ XC90യുടെ ഇലക്ട്രിക് ആണ്. ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മളെ നാട്ടിലെത്തിയിട്ടില്ല, എത്താൻ പോകുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഒരുപാട് ടെക് ആവുന്നതും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തുടക്കം മുതൽ പണിയായിരുന്നു. പണി ഇൻ ദ സെൻസ് കീ കാർഡാണ്. കീ കാർഡ് ഞാൻ ഹാൻഡിലിൻ്റെ അവിടെ പല രീതിയിൽ വെച്ച് നോക്കി, അൺലോക്ക് ആയില്ല. അവിടെയുള്ള പയ്യൻ വന്ന് വെച്ചു, അൺലോക്കായി. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സംഗതി ഉള്ളിൽ കയറി കഴിഞ്ഞ് കീ വെക്കേണ്ടടുത്ത് അല്ലാതെ വെച്ചപ്പോൾ ഇത് ഓൺ ആവുന്നില്ല. മുമ്പ് ഇപ്പോൾ നമുക്കറിയാം XC90ൻ്റെ തന്നെ ഈ XC40 ഇലക്ട്രിക്കലിൽ നമുക്കറിയാം കീ വെച്ചിട്ട് കയറി ഇരുന്നാൽ അപ്പം തന്നെ അൺലോക്ക് ആവും, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരേ ബ്രാൻഡിന് തന്നെ 2 ക്യാരക്ടർ കാണിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ എല്ലാ സംഗതിയും ഇവിടെയാണ് കൺട്രോൾ. സൈഡ് വ്യൂ മിറർ അടക്കമുള്ള എല്ലാം ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യണം. AC ആണെങ്കിൽ എല്ലാം സംഗതി ടെക്കാണ്, കുറേ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ ജനറേഷൻ ഓക്കെ ആയിരിക്കും. പക്ഷേ ഒരു കൺവീനിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ടെക്ക് എന്ന് പറയുന്നത് നമ്മളൊരു കൺവീനിയൻസ് വിട്ട് കഴിഞ്ഞാൽ അത് ഒരു ഗുണത്തിൻ്റെ കളർ ദോഷം ഉണ്ടാക്കുന്നതൊക്കെ തോന്നുന്നു. കാരണം ഒരു സേഫ്റ്റി എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സൈഡ് വ്യൂ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ നോക്കി ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ശ്രദ്ധ റോഡിൽ നിന്ന് തെറ്റും. വോൾവോ ആണ് സേഫ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്രാൻഡാണെന്ന് പറയാം. പക്ഷേ ഇവർ അതിൽ ഡൈലൂഷൻ വന്ന ഇതിലെല്ലാം കണ്ടിരിക്കുന്നത്. പക്ഷേ വണ്ടി ഇലക്ട്രിക് ആണ്, റിഫൈൻഡ് ആണ്. ഇന്റീരിയർ എന്നെല്ലാം പറഞ്ഞാൽ ഒരു ക്ലാസ് എബോവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിലിപ്പോൾ നമുക്ക് ഇതിലുള്ളത് വൈറ്റ് ഇൻറ്റീരിയർ ആണ്. വൈറ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ട്രിമ്മും ബേജെല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. അതേപോലെ തന്നെ പുറമേ ആണെങ്കിൽ നല്ല രസമുള്ള ടാൻ കളറാണ്. ഡിസൈന് പുതുമുണ്ട്, പുതിയൊരു തരത്തിലുള്ളൊരു ഇലക്ട്രിക് ഡിസൈനാണ്. എനിക്ക് കുഴപ്പമില്ല, ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു ഇംപ്രഷനിലും തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഓക്കെ, കാരണം മേജർ ആയിട്ടുള്ള ചേഞ്ച് XC90 ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതിൻ്റെ ഒരു ഇവല്യൂഷൻ മാതിരി തന്നെ തോന്നുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നോ, ഇറ്റ്സ് നോട്ട് ബ്രിങ് എനി ഡ്രാസ്റ്റിക് ചേഞ്ച് ടു വാട്ട് ഇറ്റ് വാസ്. പക്ഷെ അതർവൈസ് എക്സ്റ്റീരിയർ ലുക്ക് വൈസ് പരിചിതമായിട്ടുള്ള ലുക്കാണ്ട് തന്നെ നമുക്കതൊരു ബാഗ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ഡ്രൈവ് ആയതുകൊണ്ടുള്ള എല്ലാ ഫണ്ണും ഉണ്ട്, ക്വിക്നെസ്സും എടുത്തു പോകുമ്പോഴുള്ള രസവും ഈ പറഞ്ഞ ഒരു റിഫൈൻമെൻറ്റും എല്ലാം നമുക്കറിയാവുന്നതാണ്. റേഞ്ചും കാര്യങ്ങളും ടെക് സ്പെക്കെല്ലാം ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ 2 കാറ്റഗറിയിലേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇലക്ട്രിക് കാറിലും അതേപോലെ തന്നെ ലക്ഷറി കാറിലും വരുന്നുണ്ട്. രണ്ടിലേക്കും ഒരു സ്ട്രോങ് കോമ്പറ്റീറ്റർ തന്നെയാണ്. ഇപ്രാവശ്യം ലക്ഷറി കാറിൽ ഒരുപാട് മോഡൽസ് ഇല്ല, കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായ അത്രയും മോഡൽസ് ഇല്ല. അതുകൊണ്ടുള്ള ഒരു ചാൻസസ് ഹൈ ആണ് EX90ക്ക്. ഇത്രയും ഞാൻ പറയാം. നമുക്ക് ഏതായാലും ഇത്തവണയും നമ്മൾ റോസ് ബൗളിലേക്ക് പോകുന്നത്, അവിടെ എത്തിയിട്ട് നോക്കാം. ഇതാണ് വോൾവോയുടെ EX90യുടെ എക്സ്റ്റീരിയർ വരുന്നത്. നമുക്ക് ലോഗോ കാണാം, അതേപോലെ തന്നെ ടോസൺ ഹാമറിൻ്റെ ഹെഡ്ലൈറ്റ് ഡിസൈൻ. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ടൈപ്പ് ഡിസൈനോട് കൂടിയിട്ടുള്ള വീലാണ്. സൈഡ് പ്രൊഫൈൽ ശരിക്കും XC90യുടെ പോലെ തന്നെ റീറ്റെയിൻഡ് ആണ്. ഫ്ലഷ് ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. റിയറിലെ എലമെൻറ്റും അട്രാക്റ്റീവ് ആണ്. S90ൻ്റെ ഒരു ടെയിൽ ലൈറ്റ് ഡിസൈനും അതിൽ മേലേക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള എലമെൻറ്റും കൂടിയാണ്. What is this? Amazing! Porsche Taycan Turbo GT ഇതാണ് അടുത്ത് ഓടിക്കുന്നത്. ഇപ്പം മാഞ്ചസ്റ്ററിലുള്ള ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ കുറച്ചുകൂടി തിരക്കുള്ള ട്രാഫിക്കുള്ള സമയമുണ്ട്, നോർമലി ഓടിക്കുകയാണ്. എന്നാൽ തന്നെ വെരി പവർഫുൾ മെഷീൻ. പവർ എന്നുള്ള മാത്രമല്ല, അതിൻ്റെ ഒരു ഫീല്. ഇപ്പം ഇലക്ട്രിക് ആണ്, നമുക്കറിയാം ഇലക്ട്രിക്കിലുണ്ടാവുന്ന ആ ഒരു ക്വിക്നെസ്സും ഫാക്ടേഴ്സും എല്ലാം ഉണ്ടെങ്കിലും ഒരു സ്പെഷ്യൽ ഫീല് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൈനാമിക്സ് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയായിട്ട് തോന്നുന്നില്ല. ശരിക്കും നല്ലോണം പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡിനോ ഇതിൻ്റെ പുറമെ ഈ ഒരു സൗണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ സൗണ്ട് എല്ലാം ആണ്, പക്ഷെ ഒരു സൗണ്ട് ഫാക്ടർ കിട്ടുന്നുണ്ട്. Torque is so high, my head is banging on the seat each time. Oh my goodness, this is the strongest contender
for the performance car of the year. ഇതാണ് സ്ട്രോങ്ങസ്റ്റ് കണ്ടന്റ് ഫോർ പെർഫോമൻസ് കാർ ഓഫ് ദി ഇയർ, നോ ഡൗട്ട്. ടൈക്കൻ്റെ എക്സ്റ്റീരിയറിൽ വലിയ ചേഞ്ചസ് എല്ലാം വന്ന് മൈനർ ചേഞ്ചസ് എല്ലാം ആണ്. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ കാണിക്കാം. ലുക്സിലാണെങ്കിൽ ഈ സ്കേർട്ടിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂളസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ നോക്കണം, ടയറിനെ അവിടെ നോക്കിയാൽ മതി. ഡോറ് തുറക്കുമ്പോൾ വണ്ടി പൊങ്ങി ഒരു 40 നിമിഷത്തിനുള്ളിൽ താന്നു. പിന്നെ ഇത് പെട്ടെന്ന് കയറാനും ഇറങ്ങാനുള്ള സൗകര്യത്തിനാണ്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു അട്രാക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് എ പ്രോപ്പർ പോഷ് ഡിസൈൻ. ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന കാറ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ബസ്സാണ്. ഫോക്സ്വാഗന്റെ ID ബസ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു പിൻഗാമി എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്ക് ചെയ്തിരുന്ന ഒരു മോഡലാണ്. ഒരു പുതിയൊരു സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്ത പോലെ ആയിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു സെൻസേഷൻ ക്രിയേറ്റ് ചെയ്ത പോലെ ആയിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ഒരു കോണ്ടംപററി ഫോമിൽ ആണ് ഈ ID ബസ് അവതരിപ്പിച്ചത്. ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് മാത്രമല്ല, ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ്സും സൈസും, ഇപ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും വലിയ വണ്ടിയും ഏറ്റവും ക്യൂട്ടസ്റ്റ് വണ്ടിയും ഇതാണെന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെ ഡിസൈൻ ഓഫ് ദി ഇയറിന് ശരിക്കും ഏറ്റവും പ്രാപ്തമായിട്ടുള്ളൊരു വണ്ടി തന്നെയാണിത്. ഡിസൈൻ ഏറ്റവും നല്ല രീതിയിൽ കാഴ്ചക്ക് ഭംഗിയുള്ള മാത്രമല്ല, ഡിസൈൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തു, ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസും മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഫ്ലെക്സിബിലിറ്റിയും പിന്നെ ഫങ്കിനെസ്സും, എന്നാൽ ആ പഴയ ഒരു ക്യൂട്ട്നെസ് റീറ്റെയിൻ ചെയ്യുകയെല്ലാം ചെയ്തതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. എന്തായാലും ഭംഗി നമുക്ക് പുറത്ത് നോക്കിയിട്ട് കാണാം. ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ഓടിക്കുന്നത് കിയ K4 ആണ്, സിഡാനാണ്. പക്ഷെ ഇന്ത്യയിൽ വരാത്തൊരു വണ്ടിയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം SUVs ആണ് ഉള്ളത്, പിന്നെ MPV ഉണ്ട്, EV ഉണ്ട്. പക്ഷേ നോ ചാൻസ് ഫോർ സിഡാൻ ആസ് ഓഫ് നൗ. പക്ഷേ ഈ ഒരു K4 എന്ന് പറഞ്ഞാൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സിഡാനാണ്. ഇവിടെ ഒരു നല്ലൊരു മാർക്കറ്റ് പുള്ളറായിട്ടുള്ള വണ്ടിയാണ്. പ്രത്യേകിച്ച് US-ഉം യൂറോപ്പും കൊറിയൻ മാർക്കറ്റിലെല്ലാം സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കാറാണ്. കുറച്ച് സ്പോർട്ടിയാണ്. ലുക്ക് വൈസ് ആണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും എല്ലാം സ്പോർട്ടിയും കുറച്ച് അപ്ഡേറ്റഡും ഒരു മോഡേൺ ലുക്കിലുള്ള വണ്ടിയാണ്. നമ്മൾ വീണ്ടും ആഞ്ചലസ് ക്രസ്റ്റ് ഹൈവേയിലൊക്കെ പോകുന്നത്, നമുക്ക് പെർഫോമൻസ് അവിടെ വെച്ച് നോക്കാം. സോ ഇതാണ് കിയ K4ൻ്റെ എക്സ്റ്റീരിയർ ലുക്ക്. നമ്മൾ സാധാരണ കാണുന്ന കിയ SUV പോലെയല്ല, കുറച്ചുകൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പ്രോപ്പർ സിഡാൻ ഫോം ഉണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ SUVയിൽ എല്ലാം കാണുന്നൊരു ഐഡൻറ്റിറ്റി കാണാം. ഷാർപ്പായിട്ടുള്ള ലൈറ്റ്, DRLs എല്ലാണെങ്കിലും ഒരു ഓൾ അറൗണ്ട് ടൈപ്പാണ്. LED ലൈറ്റാണ്. ചൂടെ ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഫേസാണ്. സിഡാൻ ആയതുകൊണ്ടുള്ള ഫോമാറ്റാണ്. വീൽ നമുക്ക് കാണാം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫീലുള്ള. സൈഡിലൊക്കെ വരുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു സിൽ ഔട്ട് കാണാം. എസ്പെഷ്യലി ആ ഒരു പില്ലറിലുള്ള ഒരു ഡോർ ഹാൻഡിലും അതേപോലെ തന്നെ ക്വാർട്ടർ ഗ്ലാസും. റിയറിലേക്ക് വരുമ്പോഴും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെയിൽ ഡിസൈനാണ്. പക്ഷേ ഇത് നമുക്ക് സിമിലറായി തോന്നും. നമ്മളിന്നിപ്പോൾ നാട്ടിൽ കാണുന്ന സോണറ്റിലും സെൽത്തോസിലുള്ള ഒരു സിഡാൻ ഫോം ആയിട്ടാണ് തോന്നുന്നത്. ബേസിക്കലി ഡിസൈൻ വൈസ് കിയൻ്റെ ഒരു എലമെന്റ് എല്ലായിടത്തും നമുക്ക് റിഫ്ലക്റ്റ് ആണ്. നമ്മളിനി അടുത്ത് ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ വണ്ടിയാണ്, ഹ്യുണ്ടായി ഇൻസ്റ്റർ. നമ്മളെ നാട്ടിലേക്ക് വരുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ ഇപ്പം അറിയാൻ പറ്റിയിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ വരുന്നില്ല എന്നാണ്. അതായത് ഇന്ത്യയിലേക്ക് ഒരു സ്റ്റഡി ചെയ്തപ്പം ഇങ്ങനെ ഒരു ഇലക്ട്രിക് അല്ല വേണ്ടതെന്നാണ് അവർ പറയുന്നത്. എനിവേ ഇന്ത്യയിലേക്ക് ഉടനെ വരുന്നില്ല. വന്നിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഒന്നാമത് ഇത് നല്ല ക്യൂട്ട് ഡിസൈനാണ്. ഇന്ത്യയിലേക്ക് ചെറിയ കാറുകൾക്ക് ഒരു പ്രീമിയംനെസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊരു വണ്ടിയാണിത്. ഹ്യുണ്ടായി ആണെങ്കിലും ചെറിയ വണ്ടിയിൽ എപ്പോഴും കുറച്ചുകൂടെ അഫോർഡബിൾ പ്രീമിയം ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ആളുകൾ ചൂസ് ചെയ്യുന്ന വണ്ടികളാണ് ഉണ്ടാവാറ്. അപ്പോൾ അതിലേക്ക് പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആക്ച്വലി ഡിസൈനാണ് മെയിൻ അട്രാക്ഷൻ. അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമതൊരു കാര്യമുള്ളത് ഉള്ളിലുള്ള സ്മാർട്ടായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറാണ്. കുറേ എലമെൻറ്റ്സ് നമുക്ക് ഇതിൽ അയോണിക് എല്ലാം കാണാം. അയോണിക്കിലെല്ലാം ഉപയോഗിച്ച പ്രീമിയം എലമെൻറ്റ്സ് ഉള്ളത്. ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കിൻ്റെ കുറേ എലമെൻറ്റ്സ് ഉണ്ട് ഇതിൽ. അതിപ്പോൾ ഈ അയോണിക്കിനെല്ലാം വന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വിച്ചുകൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രിക്കൽ ആകുമ്പോൾ പ്രത്യേകിച്ച് സ്വിച്ചുകളൊന്നും ഇല്ലാതാണ് കാണാറ്. പക്ഷെ ഒരുപാട് സ്വിച്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൺവീനിയൻ്റ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഏഷ്യൻ മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റിലേക്കെല്ലാം പറ്റിയ വണ്ടിയാണ്. കാരണം ചെറിയ വണ്ടികളും ഇലക്ട്രിക്കെല്ലാം ആകുമ്പോഴേ ഒരുപാട് ആളുകൾ വാങ്ങാൻ ചാൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നു കൂടുതലും
യങ് ആയിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കണ്ടുവരിക. കുറച്ചും കൂടി ഒതുക്കുണ്ട്. അതിന് പറഞ്ഞ സ്മാർട്ട് ഫീച്ചേഴ്സും ഈ ഒരു പറഞ്ഞ സ്വിച്ചസിലും കൊടുക്കുന്നത് നല്ലൊരു എലമെൻ്റാണ്. പിന്നെ സീറ്റും നല്ല രസമായിട്ട് സീറ്റിലൂടെ തന്നെ ഈ ഒരു കപ്പ് ഹോൾഡറെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ അമേരിക്കൻസിന് എപ്പം വേണ്ട ഒരു കാര്യം വലിയ കപ്പ് ഹോൾഡർ, ഇത്രയും വലിയ ഗ്ലാസ് വെള്ളം ഇത് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം വെച്ചാണ്. കാരണം അതാ ഫുൾ ഡേ കറങ്ങി, അത് ഇന്നലെ വന്നിട്ടുള്ളപ്പോൾ ജെറ്റ് ലാഗെല്ലാം അടിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ മാനേജ് ചെയ്ത് ഇന്നത്തെ ഇപ്പോൾ ഇത് ലാസ്റ്റ് ഡ്രൈവാണ്. കാരണം 4:40 ഇവിടെ മഗ്‌രിബ് നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്ക് സൺസെറ്റ് ആവും എന്നുള്ള അർത്ഥം. അപ്പോൾ വേഗം തന്നെ ഒരു ഡ്രൈവ് വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നത്തെ ലാസ്റ്റ് വണ്ടി, ഇന്നത്തെ ഏറ്റവും ചെറിയ വണ്ടിയാണ്. ഇങ്ങനെയുണ്ട്. നമുക്ക് എക്സ്റ്റീരിയർ നോക്കാം. സോ ഇതാണ് ഹ്യുണ്ടായി ഇൻസ്റ്ററിൻ്റെ ലുക്ക്. ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? പറ്റുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഗസ് ചെയ്യാം. എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ആണ്. ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം ടോപ്പിൽ നിൽക്കുന്ന പിക്സൽ, അത് ഇൻഡിക്കേറ്റേഴ്സാണ്. ഈ ഒരു എലമെൻറ്റ് നമ്മൾ അയോണിക് മോഡൽസ് ആയിട്ടുള്ള അയോണിക് 5ഉം 6ലും അയോണിക് 9ലും കണ്ടു. താഴെ ഹെഡ്ലൈറ്റ് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്, LED ലൈറ്റാണ്, DRL ചുറ്റും വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു പാനൽ മാത്രമുള്ള, അതിൽ റഡാറും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പം ഏറ്റവും അട്രാക്ഷനായി നിൽക്കുന്നത് ബേസിക്കലി 2 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് വീൽ ഡിസൈനാണ്. വീല് ഒരു പ്ലസ് ഡിസൈനാണ്, നല്ല രസമുണ്ട്. സിമ്പിളാണ്, പക്ഷേ എല്ലാത്തിലും ചേരില്ല. പക്ഷേ ഇതിലാവണം ചേരുന്നുണ്ട്. രണ്ടാമത്തെ എലമെൻ്റ് ഉള്ള ഈ ഒരു ഗ്രീൻ ഹൗസാണ്, സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്രീൻ ഹൗസ്. ഫ്രണ്ടിലെ ഡോറിൻ്റെ ഒരു ഭാഗവും റിയറിൽ ഡോറിന് വേറെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതും അട്രാക്റ്റീവാണ്. പിന്നെ ലൈൻസ് ആണെങ്കിലും ഒരു ബോൾഡായിട്ടുള്ള ലൈനാണ്, ഒരു SUV ക്യാരക്ടർ കൊടുക്കുന്ന രീതിയിലുള്ള ലൈൻസാണുള്ളത്. റിയറിൽ വരുമ്പോഴും ആ പിക്സൽ ലൈറ്റ് ഡിസൈൻസ് നമുക്ക് കാണാം. ഈ പിക്സൽ ലൈറ്റ് ഡിസൈൻ അതാ ഇവിടെ എല്ലാം ശരിക്കും മിക്സായി നിൽക്കുന്നുണ്ട്. ഇൻസ്റ്റർ എന്നുള്ള ലോഗോവും കാണുന്നുണ്ട്. നല്ല ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. ബെസ്റ്റ് ഡിസൈൻ ആണോ ആവോ എന്നുള്ളത് എനിക്കിപ്പം പറയാൻ പറ്റില്ല, പക്ഷേ ഡിസൈനിലേക്ക് വരാവുന്ന ഒരു കോണ്ടൻറ്റർ തന്നെയാണ്. ലുക്ക് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം ഡേ 2ലാണ്. എൻ്റെ ഫസ്റ്റ് കാറ് ഇന്ന് പോർഷ മക്കാൻ ഇലക്ട്രിക് ആണ്. പുതിയ പോർഷ മക്കാൻ ഇലക്ട്രിക്കും അതേപോലെ തന്നെ മറ്റുള്ള വേരിയൻസും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്തത് ഇലക്ട്രിക്കാണ്. കാരണം ഇലക്ട്രിക്കിൽ നമ്മൾ മക്കാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. സോ വീണ്ടും ഞാൻ പറയുകയാണ്, ഇതിലൊന്നും തന്നെ ഫുൾ റിവ്യൂ നിങ്ങൾ കാണണ്ട. കാരണം നമ്മൾ ഇതിലെല്ലാം 1 hour വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഫസ്റ്റ് ഞാനൊന്ന് ഇവിടുന്ന് ഷെയർ ചെയ്യുന്ന എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഡ്രൈവെല്ലാം മാത്രം കണ്ടാൽ മതി. ഇതെല്ലാം തന്നെ നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റുന്ന വണ്ടികളാണ്. സോ ലെറ്റ്സ് സീ. ഇന്ന് ഞാൻ ക്രസ്റ്റിലേക്ക് തന്നെ വീണ്ടും പോണ്. ബിക്കോസ് ദിസ് എ കാർ ടു പുഷ്, റൈറ്റ്? സോ ഇതാ ക്രസ്റ്റ് കയറാൻ തുടങ്ങി. ഞാൻ ഒന്ന് സ്പോർട്ട് മോഡിലേക്ക് ആക്കി. സ്പോർട്ട് മോഡിലേക്ക് അപ്പോൾ ഈ സൗണ്ട് ഉള്ളത് കേൾക്കുന്നുണ്ടല്ലോ, ഒരു മുളിച്ച സൗണ്ട്. അത് ഒരു സ്പോർട്ടി എലമെൻ്റ് ആണ്. പക്ഷേ ടൈക്കാനിൽ കിട്ടിയ ആ ഒരു കുറച്ചുകൂടി ഒരു വണ്ടിയുടെ ഗ്രൗണ്ടിൻ്റെ ഫീൽ അല്ല ഇതിനുള്ള. ഇത് പക്ക ഒരു ഇലക്ട്രിക് കാറിന് പോലത്തെ സൗണ്ടാണ്. എനിവേ, ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് നോക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഈ റോഡിൽ ഈ വണ്ടി പുഷ് ചെയ്ത് നോക്കണം. കാരണം ഇത് നിർമ്മിച്ചിട്ടുള്ള പോർഷയാണ്. പോർഷ അറിയാലോ, നോൺ ഫോർ ദെയർ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഈ ഒരു ഇലക്ട്രിക് SUV പോർഷ DNA മാച്ച് ആണെന്ന് നോക്കാം. ഇപ്പോൾ കുറച്ച് ട്രാഫിക് അധികം ഉണ്ട് ഇറങ്ങുന്നത്. കാരണം ഈ ആഞ്ചലസ് ക്രസ്റ്റ് പറഞ്ഞാൽ വയനാടെല്ലാം പോലെ ഇതിൻ്റെ അപ്പുറത്തൊന്നും വേറെ ടൗണിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടാവും. പിന്നെ നവാഡ, ലാസ് വേഗാസ് എന്നെല്ലാം ഉള്ളവർക്ക് ഷോർട്ട് കട്ട് എടുക്കാം. ഇതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഏരിയ ഉണ്ട് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു 1 alone റോഡല്ല. അപ്പം രാവിലെ സിറ്റിയിലേക്ക് വരുന്നവരും തിരിച്ചു പോകുന്നവരും വൈകിട്ടും ഉണ്ടാവും അവിടെ. എനിവേ, അടിപൊളി. ഇവർക്കറിയാം എങ്ങനെ സ്പോർട്സ് വണ്ടി ഉണ്ടാക്കണം. ഏത് വണ്ടിയാണ് സ്പോർട്ടി ആക്കാൻ ഇവർക്കറിയാം. ആൻഡ് ഈ മക്കാനും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, കുറച്ച് വെയിറ്റ് അറിയുന്നുണ്ട്. അതായത് ടേണിലെടുക്കുമ്പോൾ കുറച്ചൊരു സൈഡിലേക്കുള്ള പോകും. പക്ഷെ സ്റ്റിൽ കാൺ കംപ്ലൈൻറ്റ്. സോ ഇതാണ് മക്കാൻ്റെ പുതിയ ഡിസൈൻ. ഇപ്പം നമ്മൾ നിർത്തിയിരിക്കുന്ന ആഞ്ചലസ് ക്രസ്റ്റിൻ്റെ ലൈറ്റിംഗ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിൽ വണ്ടികൾ പോകുന്നത് കാണാം, ചിലപ്പോൾ എൻ്റെ നേരിൽ കാണാം. സോ പ്ലീസ് എക്സ്ക്യൂസ് മീ. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് കുറേ ടൈക്കാൻ്റെ പോലത്തെ ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്കറിയാം പോർഷയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് സ്മൈലിംഗ് ഫേസ്. പിന്നെ വലിയൊരു എയർ വെൻറ്റ് താഴേക്ക് നമുക്ക് കാണാം. അതിൽ തന്നെ ലൈറ്റ് വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് ആയിട്ടാണ്. മേലെയുള്ള വെറും DRLും ആ 4 സ്പോട്ടാണ് നിൽക്കുന്നത്. താഴെ നമുക്ക് റഡാറിൻ്റെ എലമെൻറ്റ്സ് എല്ലാം കാണാം. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ വീൽസ് കുറേ കൂടെ എയറോ വീലാണ്. അതും തന്നെ ഒരു അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ സ്പോക്സ് കാണുന്നതെല്ലാം ഫിൽഡാണ്. അത് ആക്ച്വലി ഒരു എന്താ പറയുക, പഴയ പോർഷ എലമെൻ്റ് അല്ല, പക്ഷേ ഒരു ഇലക്ട്രിക് എലമെൻ്റ് ആണ്.
ബാക്കിൽ വണ്ടികളെല്ലാം പോകുന്നുണ്ട്, നല്ല VH എല്ലാം പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടും ഉണ്ട്. പിന്നെ ആ ഷേപ്പ് റീറ്റൈൻഡ് ആണ്, മക്കാൻ്റെ ഷേപ്പ് വിച്ച് ഇസ് ലൈക്ക് ഒരു ഡിഫറെൻറ്റ്, അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്ന ഷേപ്പാണ്. സൈഡിൽ നമുക്ക് ഇലക്ട്രിക് എന്നുള്ള ലോഗോ ഇപ്പം കാണാം. കഴിഞ്ഞാൽ സിൽ ഔട്ട് എല്ലാം നിൽക്കുന്നത് നല്ല അട്രാക്റ്റീവ് ആണ്. ഫ്രെയിംലെസ് ഡോറാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ റിയറിൽ വരുമ്പോഴും ആ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ് നമുക്ക് കാണാം. അതൊക്കെ തന്നെ ഒരു പുതിയ പോഷ എലമെൻ്റ് ആണ്. അതിലും 4 സ്പോട്ടായി നിൽക്കുന്ന രീതിയിലാണ് ലൈറ്റ്സ് ഉള്ളത്. ബമ്പറിലാണ് രജിസ്ട്രേഷൻ പ്ലേറ്റും വരുന്നത്. അവിടെ നമുക്ക് ലൈറ്റ്സിൻ്റെ എലമെന്റ്സ് എല്ലാം കാണാം. നമ്മളിപ്പോൾ അടുത്ത ഓടിക്കുന്നത് ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള വണ്ടിയാണ് മിനി കൺട്രിമാൻ. പക്ഷേ കൺട്രിമാൻ്റെ ഇലക്ട്രിക് ആയിരുന്നു നമ്മൾ റിവ്യൂ ചെയ്തെങ്കിൽ, ഇത് ഐസ് വേർഷനാണ്, പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ കൂടെ നമുക്ക് നോക്കാം. പക്ഷേ ഒരു ക്വിക്ക് റിവ്യൂ, കാരണം ഓൾറെഡി ഓടിച്ച വണ്ടിയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലമെൻ്റ് ഒന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെ പറഞ്ഞിരുന്നു. ഇൻറ്റീരിയറും അതിൽ ഉപയോഗിക്കുന്ന ഫാബ്രിക്സും ആ മെറ്റീരിയൽസും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ അതാണ് മെയിൻ ഒരു ഹൈലൈറ്റ്. സോ ബേസിക്കലി പിന്നെ മിനി കൺട്രിമാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പർപ്പസും അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസും തന്നെ ഡിഫറെൻ്റ് ആണ്. ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മളന്ന് റിവ്യൂവിൽ കണ്ടതാണ്. സോ ദിസ് ദ കൺട്രിമാൻ ക്വിക്ക് ഷോട്ട്. നമുക്ക് എന്തായാലും ഗോകാർട്ട് മോഡിൽ നോക്കാം ഇതിൻ്റെ പെട്രോളിൻ്റെ പെർഫോമൻസ്. എനിക്ക് ഇലക്ട്രിക്കിൻ്റെ പെർഫോമൻസ് നന്നായി തോന്നിയിരുന്നു. തന്നെ ക്വിക്നെസ്സും ആ ഒരു ഇലക്ട്രിക്കിൽ കിട്ടുന്ന എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. പെഡൽ ഷിഫ്റ്റർ ഇല്ലാത്ത അറിയുന്നുണ്ട്. സ്റ്റിയറിംഗ് ലൈറ്റ് ആണ്. സസ്പെൻഷൻ എല്ലാം സ്റ്റിഫ് ആവുണ്ടെങ്കിലും സ്റ്റിയറിംഗിലെ ആ കമ്മ്യൂണിക്കേഷൻ മിനി കൂപ്പർ എസിൻ്റെ പോലെ ഇല്ല. അതൊരു മിസ്സിങ് എലമെൻ്റ് ആണ്. ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് പോഷ പാനമരയാണ്. പാനമര നമ്മളെ നാട്ടിൽ പുതിയത് ഇറങ്ങിയതാണ്. പക്ഷേ എനിക്കത് ഓടിക്കാനുള്ളൊരു അവസരം ഒത്തു വന്നില്ല. വണ്ടി കിട്ടിയ സമയത്ത് വണ്ടിയുള്ള സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയ സമയത്ത് വണ്ടി കിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഡെമോ കാർ ആയിട്ടില്ല, അതുകൊണ്ടാണ് നമുക്ക് ഓടിക്കാൻ പറ്റാറുള്ളത്. എന്തായാലും അത് ഈ വർഷം തന്നെ വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ വേരിയൻറ്റ് വേറെ തന്നെയാണ്, ഇപ്പോൾ ഓടിക്കുന്ന വേരിയൻ്റ് അല്ല. അപ്പോൾ ഇതിപ്പം പാനമേര ബേസിക് ആണ്. പക്ഷേ എന്താണ് അതിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ ഡ്രൈവിൽ തന്നെ സാധിക്കും. അഗെയിൻ നമ്മൾ ആൻസർ സ്പെസിലേക്ക് തന്നെ പോകുന്നത്. സോ 2 പോർഷെ ബാക്ക് ടു ബാക്ക് ആണ്. അപ്പോൾ എന്തായാലും ഡ്രൈവിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ക്രസ്റ്റ് മേലെ കയറുമ്പോഴേക്ക് നോക്കാം. സോ നമ്മളിപ്പോൾ ക്രസ്റ്റ് കയറുന്നതിന് മുമ്പ് ഹൈവേയിലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഇത് പോർഷയുടെ സിഡാൻ എന്നാണ് അവർ വിളിക്കാറ്, പാനമേര. പക്ഷേ എനിക്കെപ്പോഴും അതിനൊരു വലിയൊരു ഫോട്ടോ കൂപ്പെ പോലെ തോന്നാറ്. സിഡാൻ്റെ ഒരു ഫോമല്ല, പക്ഷേ സിഡാൻ കാറ്റഗറിയിലാണ് വരാറെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ക്ലെയിം ചെയ്യുന്നത് പ്രകാരം ഇത് ഒരു ബെസ്റ്റ് സിഡാൻ, ഡ്രൈവർ സിഡാൻ എന്നുള്ളത്. അതാണോ നമുക്ക് ഈ ഡ്രൈവിൽ അറിയാം. എന്തായാലും ഹൈവേയിൽ നമുക്ക് മനസ്സിലായത് നോർമൽ മോഡിലുള്ള സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്, എന്നാലും ഓക്കെ. സ്പോർട്ടിലും സ്പോർട്ട് പ്ലസിലും കുറച്ചധികം സ്റ്റിഫാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ സൗണ്ട് ഒരു റിയൽ എക്സോസ് സൗണ്ട് ആയിട്ടല്ല ഫീൽ, കുറച്ചൊരു ആർട്ടിഫിഷ്യൽ സൗണ്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതിനേക്കാളേറെ ഡൈനാമിക്സാണ് നോക്കേണ്ടത്. നമുക്കിവിടെ നോക്കാം. ഞാൻ ഏതായാലും സ്പോർട്ട് പ്ലസ്സിൽ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യാനായിരുന്നു. സോ ഷിഫ്റ്റിംഗ് എല്ലാം പെട്ടെന്ന് ആവുന്നുണ്ടെങ്കിലും ഇവിടെ കാണിക്കുമ്പോൾ ഒരു സ്ലൈറ്റ് ഡിലേ ഉണ്ട് സ്പോർട്ട് പ്ലസ്സിലേക്ക് മാറി എന്നുള്ള. പെഡൽ ഷിഫ്റ്റ് ഉള്ളതാണ്. സോ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ്, പ്രത്യേകിച്ച് പെഡൽ ഷിഫ്റ്റിൽ ക്വിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് റിയലി മാറ്റർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ കൺട്രോളിന് ഗുണം ചെയ്യുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ക്വിക്ക് ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ബോഡി കൺട്രോളും സസ്പെൻഷനാണ് ഈ സിഡാനിനുള്ളത്. പക്ഷേ പാനമേരയുടെ എക്സ്റ്റീരിയറിൽ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ലുക്കിൽ. ഞാൻ ലോഞ്ച് സമയത്ത് വീഡിയോ കൊണ്ടുവന്നിരുന്നു. മേജർ ചേഞ്ച് അല്ല, എഗെയിൻ ഒരു എവല്യൂഷൻ പോലെ വന്നിട്ടുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈനിലുള്ള ഫ്രണ്ടിലെല്ലാം എലമെൻറ്റ്സ് കാണാം. കുറേ മറ്റുള്ള പോസ്റ്റായിട്ടുള്ള റിസംബ്ലൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എസ്പെഷ്യലി ഫ്രണ്ടിൽ. ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ലൈറ്റ്സ്, അതുപോലെ തന്നെ റഡാറ്, പിന്നെ ഫ്രണ്ട് താഴെ ഭാഗത്തേക്കാണ് എഞ്ചിൻ്റെ സൈഡിലേക്കുള്ള ഓപ്പണിങ്സ് എല്ലാം ഉണ്ട്. എയർ വെൻറ്റ്സ് പോലുള്ളല്ലോ. അതെന്താ വെച്ചാൽ അവിടെ കൂളിംഗ് സിസ്റ്റം വേണ്ടതുകൊണ്ട് അവിടെ തന്നെ കൊള്ളിച്ചു പോഷയുടെ ഫേസ് റിട്ടേൺ ചെയ്തു. പിന്നെ നമുക്ക് കാണാവുന്ന മറ്റൊരു എലമെൻറ്റ് വീലാണ്. ഇത് ഒരു അടിപൊളി വൈസ് സ്പോക്ക് വീലാണ്, 21 ഇഞ്ചാണ്. അതുപോലെ തന്നെ റെഡ് കാലിപ്പർ ഉള്ളിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പം ഫസ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് കാണാവുന്നൊരു കാര്യം, ആ ഒരു സിൽ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സിഡാനേക്കാൾ ഏറെ ഫോട്ടോ കൂപ്പി എന്നുള്ളൊരു എലമെൻറ്റ് എനിക്ക് തോന്നുന്നു സൈഡ് പ്രൊഫൈലല്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള കമൻറ്റിൽ വരാം. മേലെ ഹെലികോപ്റ്റർ പോകുന്നതിൻ്റെ സൗണ്ട് ഉണ്ട്. അതിന് പുറമെ റിയറിലേക്ക് വരുമ്പോഴും ആ പോഷ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും.
പ്രത്യേകിച്ച് ടെയിൽ ലൈറ്റ് ഡിസൈനിലേക്കെല്ലാം എത്തുമ്പോൾ. RS3 ഓക്കെ. ടെയിൽ ലൈറ്റ് ഡിസൈൻ ഇപ്പോൾ കണക്റ്റഡ് ആണ്. 4 ക്വാഡ് എക്സോസ്റ്റ് താഴെ വരുന്ന നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ ഡിഫ്യൂസർ ടൈപ്പ് ഡിസൈനാണുള്ളത്. സോ മൊത്തത്തിൽ ഒരു പോഷ എലമെൻ്റ് എല്ലാം റീറ്റെയിൻഡ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇതിൻ്റെ ലുക്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ പറയാം. ഇതാണോ ടൈക്കൻ ആണോ ബെറ്റർ ആയി തോന്നിയെന്നുള്ളതും പറയാം. സോ ഞാൻ ഒരു ഇലക്ട്രിക് ആണ്. ഇത് പോൾസ്റ്റാർ 3 വോൾവോൻ്റെ തന്നെ സ്പോട്ടിയർ ബ്രാൻഡായിരുന്നു. സ്പോട്ടിയർ സബ് ബ്രാൻഡ് ഇപ്പോൾ ഒരു വേറെ ബ്രാൻഡായി നിൽക്കുന്നൊരു കമ്പനിയാണ്. അതുകൊണ്ട് നമുക്ക് വോൾവോ എല്ലായിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻറ്റീരിയറിലും അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റിലും കുറേ ഫീച്ചേഴ്സിലും എല്ലാം തന്നെ ഇവിടെ കൺട്രോൾഡ് വോൾവോനെ പറഞ്ഞാൽ. പക്ഷെ വ്യത്യാസമുള്ള കാര്യം എന്ന് വെച്ചാൽ EX90 വളരെ സ്പോർട്ടി ആയിട്ടാണ് പോൾസ്റ്റാർ 3 ഫീൽ ചെയ്യുന്നത്. വെരി പ്ലാന്റഡ്. അത് വെയിറ്റ് ഉള്ളതുകൊണ്ടും പിന്നെ സസ്പെൻഷൻ ട്യൂണിങ് എല്ലാം നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് പോൾസ്റ്റാർ 3 എന്ന് പറയുമ്പം ആ 490 HP പവറും ഡുവൽ മോട്ടറിൻ്റെ ഒരു എലമെൻറ്റും സെൻറ്ററിലുള്ള ബോഡി വെയിറ്റ് കൂടുക കൊണ്ടുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടുക അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വിച്ച് റിയലി മാറ്റേഴ്സ് വെൻ ഇറ്റ് കം ടു സച്ച് കാർസ്. എൻജോയിങ് ഇറ്റ് ഗുഡ്. എക്സ്റ്റീരിയർ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ പോൾസ്റ്റാറിന് അതിൻ്റെതായ ഒരു ഡിസൈൻ ഐഡൻറ്റിറ്റി ഉണ്ട്. അത് EX90 വളരെ ഡിഫറെൻ്റ് ആണ്. പോൾസ്റ്റാർ എലമെൻറ്റ്സും കാണാം. ഇൻറ്റീരിയറിലാണെങ്കിൽ കുറേ സിമിലാരിറ്റി ഉണ്ടെങ്കിലും എക്സ്റ്റീരിയർ നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ളത്. കുറേ സ്പോട്ടിയർ ഫീലുള്ളത്. എങ്ങനെ തോന്നുന്നുള്ളത് കമൻറ്റിൽ പറയും. പോൾസ്റ്റാർ 3 മറ്റൊരു കാര്യം ഇതിൻ്റെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളാണ്. മറ്റു വണ്ടികൾക്കും അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിപ്പം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഇന്നിപ്പം കുറച്ച് ടൈറ്റ് ഡേ ആണ്. നമ്മൾ കുറച്ച് സമയം കൊണ്ട് കുറേ വണ്ടികൾ കവർ ചെയ്യുന്നുണ്ടും എല്ലാം തന്നെ ഇപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഒരു എലമെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ ഒരു ക്വിക്ക് ബ്രഞ്ച് ബ്രേക്ക് ആയിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞാൻ ഇപ്പം ഓടിക്കുന്നത് കിയയുടെ ഇലക്ട്രിക് വെഹിക്കിളായിട്ടുള്ള EV3 ആണ്. അപ്പോൾ EV3, EV4, EV9 എല്ലാം വേൾഡ് പ്രീമിയറിന് ഞാൻ സിയോളിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ എപ്പിസോഡ് കൊണ്ടുവരും ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് കണ്ടൊരു ഫാക്ടർ എന്താ വെച്ചാൽ കിയ ആസ് എ ബ്രാൻഡ് അവർ EV ആവട്ടെ ഐസ് വെഹിക്കിൾസ് ആവട്ടെ എല്ലാത്തിനും അവരൊരു ഡിസൈൻ ഫിലോസഫി കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡിസൈൻ ഫിലോസഫി കീപ്പ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. ബട്ട് ഈച്ച് മോഡൽസ് ആർ വെരി ഡിഫറെൻറ്റ്. അവർ ഓരോന്നിനും ആ ഒരു ഫാമിലി ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എന്നെ വളരെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യം. EV മോഡൽസ് പ്രത്യേകിച്ചും. എനിവേ അപ്പം ഞാൻ പറഞ്ഞത് EV ഡിസൈനിൽ ഇപ്പോൾ EV9 കണ്ടു, നമ്മൾ EV6 കണ്ടു, EV4 ഉണ്ട്, EV3 ഉണ്ട്. ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. EV3 നമ്മൾ ഇന്ത്യയിലേക്കെല്ലാം വരുന്ന കരുതിയിരുന്ന വണ്ടിയാണ്. ബട്ട് വരുന്നില്ല ഇപ്പം. അതായാലും ഇലക്ട്രിക് എന്ന രീതിയിൽ കിയയുടെ വണ്ടികൾക്കുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ട് വിച്ച് ഇസ് കെപ്റ്റ്. അത് ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും ഫീൽ ചെയ്യുന്നുണ്ട്. കിയ EV3 ഏതായാലും മൾട്ടിപ്പിൾ സെഗ്മെൻറ്റിലുണ്ട്. അപ്പം ഈ സെഗ്മെൻറ്റ്സിലെല്ലാം തന്നെ ഒരു നല്ലൊരു കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലുക്ക് ഗുഡ്, ഫീൽസ് ഗുഡ് ആൻഡ് ബിൽഡ് വെൽ ആൻഡ് ഐ എം ലൈക്കിംഗ് ദ കാർ. നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാറിൽ ഞാൻ ഇപ്പോൾ ഏതാ ഗസ് ചെയ്യാൻ പറ്റുമോ? എന്തായാലും പെർഫോമൻസ് കാണിച്ചു തരാം. അതെ, നിങ്ങൾ ഗസ് ചെയ്ത് കറക്റ്റാണ്. സുസുക്കി സ്വിഫ്റ്റ്. നമ്മുടെ നാട്ടിലെ സ്വിഫ്റ്റ് തന്നെ ആയിട്ട് തോന്നുന്നുണ്ട് എല്ലാം കൊണ്ടും. പക്ഷെ ഇത് നാട്ടിലും ഉണ്ടാക്കിയല്ല, ഇത് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് വന്നിരിക്കുന്ന എഞ്ചിനാണ് മെയിൻ ഡിഫറൻസ്. 1.2 ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ. നമ്മൾ ഇന്ത്യയിൽ വരുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന 6 4 സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എല്ലാം ബെറ്ററാണ്. 140 HP പവറും 220 Nm ടോർക്കും ഉണ്ട്. ആൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞതിന് ഒരു ചെറിയ സംഗതി മാറ്റണം. ഞാൻ ഇന്നലെ ഇൻസ്റ്റർ ഓടിച്ചും പറഞ്ഞു അതാണ് ഏറ്റവും വില കുറഞ്ഞ വണ്ടിയെന്ന്. ബെൻലി ആണ് ഇവിടെ ഏറ്റവും വില കൂടിയ വണ്ടിയുള്ളത്. പക്ഷേ ആക്ച്വലി ഇതായിരുന്നു ഏറ്റവും വില കുറഞ്ഞ വണ്ടി. അത് ഏറ്റവും ചെറിയ വണ്ടി എന്ന് പറയാം. പക്ഷേ അത് ഇലക്ട്രിക് ആണ്ട് വില കൂടുതലാണ് ഇതിനേക്കാളും. എന്തായാലും ഇപ്പോൾ നമ്മുടെ നാട്ടിലിറങ്ങിക്കുന്ന സ്വിഫ്റ്റിൻ്റെ ജപ്പാൻ എഡിഷനാണ്. കുറേ മാർക്കറ്റിൽ വരുന്നുണ്ട്. ന്യൂസിലാൻഡും അതുപോലുള്ള മാർക്കറ്റിൽ വരുന്നത്. ഇതിപ്പോൾ ആക്ച്വലി മെക്സിക്കോ എന്നുള്ള ജൂറേഴ്സ് ഓടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. മെക്സിക്കോ എന്നാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. സോ ഹാവിങ് സെഡ് ദിസ്, നമ്മൾ സ്വിഫ്റ്റ് ആയിട്ടുള്ള വ്യത്യാസമുള്ള 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന് മെയിൻലി ഞാൻ പറഞ്ഞ എഞ്ചിനാണ്. അതിൻ്റെ പുറമെയുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. 9-inch സ്ക്രീനിലാണെങ്കിലും ഇതിൻ്റെ വന്നിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്കെല്ലാം ഡിഫറെൻ്റ് ആണ്. ബാക്കി ഒട്ടുമിക്ക എല്ലാ സംഗതികളും സെയിം ആണ്. പിന്നെ ഇതിൽ കയറിയപ്പോൾ ഒരു മണമാണ് ഡിഫറൻസ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന പുതിയ വണ്ടീൻ്റെ ഒരു മണമല്ല. ഇതിൽ വന്നിരിക്കുന്ന ഒരു ജാപ്പനീസ് മണമാണ്. ജാപ്പനീസ് മണം എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് സുഷിയെല്ലാം കഴിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ കൂടെയുള്ള സുഷി അല്ലാത്തൊരു സാധനമുണ്ട്, സീവീഡ് എന്ന് പറഞ്ഞിട്ടുള്ള. സീവീഡ് നമ്മളെ കടൽപ്പായൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ ഒരു മണമാണ് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ ഡിഫറൻസും കൂടെ ഉണ്ട്.
എന്തായാലും സുസുക്കി സ്വിഫ്റ്റും ഇവിടെ ഉണ്ട്. ഈ ഒരു മോഡൽ ഇന്ത്യയിൽ വന്നിരുന്നെങ്കിൽ ഈ ഒരു എഞ്ചിനാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. പിന്നെ ഈ ഒരു ഗിയർ ബോക്സ് ആണ് പ്രശ്നം. അത് CVT ആണ്ട് തന്നെ പോകും. പക്ഷെ ഒന്ന് മുഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്പീഡെല്ലാം കയറുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴുള്ളൊരു പ്രശ്നം ചോക്ക്വേർഡാണ്. ഇപ്പോൾ അടുത്ത് ഓടിക്കുന്നത് ലെക്സസിൻ്റെ GX ആണ്. അഗെയിൻ ഇവിടെ ഉള്ള വലിയ SUV-കളിലൊന്ന്. നമ്മൾ ഇന്നലെ ഒരു SUV ഓടിച്ചത് G-Wagon ആയിരുന്നു. G-Wagonൻ്റെ ഇലക്ട്രിക്. ഞാനത് സ്പെസിഫിക്കലി പറയാൻ കാരണം G-Wagonനെ പോലത്തെ ഒരു ഡിസൈൻ, ബോക്സി ഡിസൈൻ, അത് ഒരു SUV ക്യാരക്ടർ നൽകുന്ന ഡിസൈൻ. ഇപ്പോൾ കൂടുതൽ കാണുന്നതും ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ നേച്ചറുള്ള SUV ഡിസൈൻസ് ആണ്. അതിനൊരു മാറ്റം ആവശ്യമായിരുന്നു. അത് നമ്മൾ കണ്ടു തുടങ്ങി. പണ്ടത്തെ റാംഗ്ലറിൽ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. പിന്നീട് G-Wagon വന്നു അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ട്. പിന്നെ നമ്മൾ കണ്ടത് ഡിഫൻഡറാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബ്രോങ്കോ വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന മറ്റു വണ്ടികളിലൊന്നാണ് GX-ഉം. അതേപോലെ തന്നെ ഇതിൻ്റെ ടാറ്റ പ്രാഡോൻ്റെ ഒരു ഫോർമാറ്റും. ഈ മാർക്കറ്റിൽ ലാൻഡ് ക്രൂസറാണ്. ഇവിടെ പ്രാഡോ അല്ല, ഇവിടെ ലാൻഡ് ക്രൂസർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന നമ്മൾ മുമ്പ് കവർ ചെയ്ത പ്രാഡോ ആണ്. നമ്മൾ ദുബായിൽ നിന്ന് കവർ ചെയ്ത പ്രാഡോ. അത് 250 പറഞ്ഞ വേർഷനാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ അറിയാം അതിൻ്റെ ശേഷം ജെറ്റൂറായിട്ടും പല വണ്ടികളും കണ്ടു. ഇനി വരാൻ പോകുന്ന വണ്ടികളും കുറേ എണ്ണം ഈ ഒരു ഫോർമാറ്റ്, ഒരു ബോക്സി ഡിസൈൻ ഫോർമാറ്റ് കീപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു സൈനായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇത്തവണ തന്നെ ജൂറി റൗണ്ടിൽ നമ്മൾ കണ്ട കൂടുതലും ലക്ഷറി സെഗ്മെൻറ്റിൽ ലക്ഷറി SUVs ആണ്. മെയിൻലി എനിക്ക് തോന്നുന്നു സിഡാൻ ഫോമിലുള്ള വണ്ടികൾ അധികം ഇറങ്ങിയില്ല ഇക്കൊല്ലം, പുതിയതായിട്ട് ഇറങ്ങിയില്ല. അപ്പോൾ അതിൽ ഒന്നിപ്പോൾ ഉള്ളത് പാനമേറ പോലുള്ള വണ്ടികളാണ്. ബാക്കിയെല്ലാം തന്നെ SUVs ആണ്. അതിൽ ഈ ഒരു ക്യാരക്ടർ കീപ്പ് ചെയ്യുന്ന കാണുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ ആ ബോക്സ് ഡിസൈൻ എലമെന്റ് നിങ്ങൾക്ക് എക്സ്റ്റീരിയറിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ റിസംബ്ലൻസ് നമുക്ക് പ്രാഡോയിലും കാണാം. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ലെക്സസ് എലമെന്റ്സ് കുറേ ഉണ്ട്. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ലെക്സസിൻ്റെ ആ സ്പിൻഡിൽ ഗ്രില്ലിൻ്റെ വേറൊരു ഐറ്ററേഷന്, അതുപോലെ തന്നെ DR-ൽ വന്നിരിക്കുന്ന ഷാമറൈ സോഡിനെ പോലുള്ള എലമെന്റ്സ്, ഇതെല്ലാം ലെക്സസ് എലമെന്റ് ആയിട്ട് തന്നെ നിൽക്കുന്നതാണ്. വലിയ സൈഡ് വ്യൂ മിററും അതേപോലെ തന്നെ മേലെ വന്നിരിക്കുന്ന കാരിയർ എല്ലാം തന്നെ ഈ ഒരു ഡിസൈനിന് മാച്ച് ആവുന്ന തരത്തിലാണ്. സോ ഗൈസ്, ഇന്ന് ഡേ 2 ലാസ്റ്റ് വണ്ടി ഞാൻ ഓടിക്കുന്നത് ഇന്നത്തെ ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ടുള്ള പുതിയ ബെന്റ്ലി കോണ്ടിനെന്റൽ GT ഫസ്റ്റ് എഡിഷൻ. ഫസ്റ്റ് തിങ് അബൌട്ട് ന്യൂ ബെന്റ്ലി, ഇതൊരു കയറ്റാനുള്ള കേൾക്കില്ലേ, ഇതൊരു ഹൈബ്രിഡ് ആണ്. ഹൈ പെർഫോമൻസ് ഹൈബ്രിഡിലാണ് വന്നിരിക്കുന്നത്. ബെന്റ്ലി ഹൈബ്രിഡിലായി കാലം പോകുന്ന പോക്കെ. എന്തായാലും ഒരു V8 ഹൈ പെർഫോമൻസ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ 771 HP പവറും 1000 Nm ടോർക്കും ഉള്ളത്. അത് ഒരു അടിപൊളി ഒരു പവർ കോമ്പിനേഷനാണ്. ഇത് 4-wheel ഡ്രൈവ് അടക്കമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് 0 to 100 3.2 സെക്കൻഡ്സ് ആണ്. അടിപൊളി ഫിഗർ അല്ലേ? അടിപൊളി ഫിഗറാണ്. സോ അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. എന്തായാലും ഞാനെന്ന് ഇപ്പം കൊണ്ടുവരുന്ന ഈ ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് പോലെയാണ്. ഒരു പ്രോപ്പർ ഡ്രൈവ് ഇതിൻ്റെതും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയ ഉടനെ നമുക്ക് കൊണ്ടുവരാം. എന്തായാലും ഇന്ന് നിങ്ങൾക്കൊരു എക്സ്ട്രാ ആയിട്ട് വണ്ടി കാണിക്കാം എന്നുള്ളതാണ് ഞാൻ കരുതിയിട്ടുള്ളത്. എൻജോയ് ഇറ്റ് ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് കാറ്. ഇത് ടൊയോട്ട ലാൻഡ് ക്രൂസർ പ്രാഡോ. ഇവിടെ ലാൻഡ് ക്രൂസർ 250 എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമൽ ലാൻഡ് ക്രൂസർ വന്നിട്ടില്ല. നമ്മൾ അറിയാലോ ദുബായിൽ നിന്ന് അത് കവർ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വീഡിയോ ഇതിലില്ല. പക്ഷെ എപ്പിസോഡിൽ നമ്മൾ ഫുൾ കവറേജ് ചെയ്തിട്ടുണ്ട്. ഇതിലില്ലാത്ത കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ ഫുള്ള് യൂസ് ചെയ്തായിരുന്നു നമ്മളെ ഗോപ്രോ അല്ല ഇൻസ്റ്റാ360 ഉപയോഗിക്കുന്നത്. അപ്പോൾ രാത്രി ഞാൻ ചാർജ് ചെയ്ത് വെക്കാൻ മറന്നു. ഇന്നിപ്പം ബാക്കി 2 വണ്ടി കൂടെ നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഇതെത്തുമ്പോഴേക്ക് ബാറ്ററി തീർന്നു. അതുകൊണ്ടാണ് ഇത് റെൻ ഷോട്ട് ആണ്. പക്ഷേ ഈ വണ്ടി നമ്മൾ കാണിച്ചുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ നമ്മൾ കാണിച്ച വണ്ടിയും ഇത് ഡിഫറൻസ് ആണ്. ഇതിൽ ആ റൗണ്ട് ലൈറ്റ് വന്നിട്ടുണ്ട്, മറ്റതിൽ വന്നിരുന്നത് ആ ഒരു സ്ക്വയർ ലൈറ്റ് ആയിരുന്നു. ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബേസിക്കലി നമ്മളിപ്പോൾ കാണിച്ച GS-ന്റെ അതേ പ്ലാറ്റ്ഫോമും കാര്യമെല്ലാം വന്നിരിക്കുന്നത് അതിൻ്റെ സ്ട്രിപ്പ് ഡൗൺ വേർഷൻ പോലെയാണ് ഇവിടെ ഈ ലാൻഡ് ക്രൂസർ പ്രാഡോ ഉള്ളത്. എനിവേ ഇതടക്കം 18 വണ്ടിയാണ് ഇത്തവണ ജൂറി റൗണ്ടിൽ ഞാൻ ഓടിച്ചതും കൊണ്ടുവന്നിട്ടുള്ളത്. 24 മോഡലുകളുണ്ട്. അതിൽ ചില മോഡലുകൾ നമ്മൾ ഓടിച്ചതുകൊണ്ട് ഞാൻ ഇവിടുന്നും ഓടിക്കൽ സ്കിപ്പ് ചെയ്തു. അത്രമാത്രം സ്ലോട്ടേ കിട്ടിയിട്ടുള്ളൂ. അതിൽ തന്നെ ചില വണ്ടികൾ ഭയങ്കര എക്സൈറ്റ് ചെയ്തിട്ടുണ്ട്, ചില വണ്ടികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലത് നമുക്കൊരു പേഴ്സണൽ ഇഷ്ടം കൂടുതലുള്ള G580 പോലുള്ള വണ്ടികളുണ്ട്. പക്ഷെ എന്തായാലും അതൊന്നും അടിസ്ഥാനമല്ല വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. ഈ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ജൂറി റൗണ്ടിലുള്ള വോട്ടിംഗ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഓരോ ഘട്ടങ്ങളായിട്ട് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇൻഫോം ചെയ്യും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികളും ടോപ്പ് 10-ഉം ടോപ്പ് 3-ലും വരുന്നുണ്ടാവും. ഫൈനൽ റിസൾട്ട് അടുത്ത ന്യൂയോർക്ക് മോട്ടോർ ഷോയിൽ ഏകദേശം 2025 ഏപ്രിലിനുള്ളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോഴേക്കും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അറിയാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും
ഫേസ്ബുക്കെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാം. എന്തായാലും ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതായിരുന്നു എന്നുള്ളത് കമന്റിൽ പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിലൂടെ നമുക്കിന്ന് എൻഡ് ചെയ്യാം. അടുത്താണ് നമ്മൾ മറ്റൊരു എപ്പിസോഡായിട്ട് കാണാറ്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്താണ് കാണാറ്. ബൈ.